നമസ്കാരം. ഡിസംബർ 7 മുതൽ, അതായത് ഇന്ന് മുതൽ നീചരാശിയിൽ നിൽക്കുന്നതായ ചൊവ്വാഗ്രഹം വക്രഗതിയിലാകുന്നു. ചൊവ്വ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ചില രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾക്ക് അത് കാരണമായി തീരും. പ്രധാനമായും ദോഷങ്ങൾക്ക് ശമനമാണ് വന്നു ചേരുക. കൂടാതെ ആശ്വാസം പല കാര്യങ്ങളിൽ ലഭിക്കുന്നതായ സമയമാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ ഈ വക്രഗതിയിലുള്ള സഞ്ചാരം വളരെ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം ഗുണകരമായ മാറ്റങ്ങളാണ് വന്നു ചേരുക. കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും യാത്ര ചെയ്യുവാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. വ്യക്തിത്വം കൂടുതൽ ഹൃദ്യമായി മാറുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലൂടെയും കുടുംബത്തിന്റെ ക്ഷേമവും സന്തോഷവും വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയും മറ്റു വ്യക്തികളിൽ മതിപ്പുണ്ടാക്കുവാൻ സാധിക്കുന്നതായ ചില പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ മംഗള കർമ്മങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അല്പം തിരക്ക് വർദ്ധിക്കും. എന്നിരുന്നാൽ പോലും കാര്യങ്ങൾ ഭംഗിയായി തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ ബിസിനസ് ആശയങ്ങൾ വന്നു ചേരുക, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആശങ്കകൾക്ക് പരിഹാരമാകും, അല്ലെങ്കിൽ വിരാമമാകും എന്ന കാര്യം ഓർക്കുക. ലഭിക്കാനുള്ള പണമാണ് എങ്കിൽ പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ വന്നു ചേരും. പല കാര്യങ്ങളും ആലോചിച്ച് മനസ്സ് വിഷമിച്ചിരിക്കുന്നതായ ആ കാര്യങ്ങൾ ഒരു പരിധി വരെ ആശ്വാസം ലഭിക്കുകയോ ശാശ്വതമായ പരിഹാരം ലഭിക്കുകയോ ചെയ്യുവാൻ സാധിക്കുന്ന അവസരങ്ങളും കടന്നു വരും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുവാൻ സാധ്യത വളരെ കൂടുതലുള്ള സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിയിൽ ജനിച്ചവർക്ക് സമാധാനപൂർണമായ ജീവിതം, അല്ലെങ്കിൽ അത്തരത്തിൽ മനസമാധാനം ലഭിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മനസ്സിനെ അലട്ടിയിരുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ദോഷകരമായ കാര്യങ്ങളിൽ ശമനം വന്ന് ചേരുന്നതായ സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമായി തീരാം. ചെയ്യുന്നതായ പല പ്രവൃത്തികളും വിജയത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മാറ്റിവെച്ചതായ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുക, അല്ലെങ്കിൽ അനുഭവിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ദൂരസ്ഥലങ്ങളിൽ ഉള്ളവരാണ് എങ്കിൽ മാതാപിതാക്കളെ സന്ദർശിക്കുവാനുള്ള സാധ്യതകളുണ്ട്. മാതാപിതാക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, മറ്റു വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുക, ലഭിക്കാനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരുക, അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുക, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ തരണം ചെയ്യുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലം തന്നെയാകുന്നു. അതിനാൽ ഭാവിയിൽ ലാഭം ലഭിക്കുവാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് പരമായ ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം, അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുവാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ഇത്തരത്തിൽ പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും, അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരവും കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് എന്ന് പരാമർശിക്കാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. അടുത്ത രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കുംഭം രാശിയാകുന്നു. കുംഭം രാശിയിൽ ജനിച്ച വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് ലാഭകരമായ കാര്യങ്ങളാണ് വന്നു ചേരുക. സന്തോഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും എന്ത് ചെയ്യണം എന്നറിയാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പല കാര്യത്തിലും കൃത്യത പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചെയ്യുന്നതായ ജോലികൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ അഥവാ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.
വ്യക്തി ജീവിതത്തിലായാലും ഔദ്യോഗികമായ കാര്യങ്ങളിലാണ് എങ്കിലും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിജയങ്ങൾ കൊയ്യുവാൻ സാധിക്കും. ശുഭകാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയമാകുന്നു. ചെയ്യുന്ന പല പ്രവൃത്തികളിലും പരാജയ ഭീഷണിയുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകളുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ചതായ കാര്യങ്ങൾ മികവ് പുലർത്തുവാൻ സാധിക്കുക, മത്സര പരീക്ഷകളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പണച്ചിലവ് കാരണം പല കാര്യങ്ങളും പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാൻ സാധിക്കും. കാരണം അത്തരം പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് എന്നോർക്കുക. ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുക. കൂടാതെ ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മറികടക്കുകയും പങ്കാളിയുടെ പിന്തുണ പല കാര്യങ്ങളിൽ ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നേട്ടങ്ങൾ, സാമ്പത്തികമായ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞ് പോകുന്നതായ സമയമാകുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാകുന്നു. മീനം രാശിക്കാർക്കും കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. കാരണം ഗുണകരമായ മാറ്റങ്ങളാണ് വന്നു ചേരുക. കയ്യിൽ പണം വന്ന് ചേരുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും നിക്ഷേപം ശരിയായ രീതിയിൽ നടത്തുവാൻ സാധിക്കുന്നതായ സമയം. പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. വീട്ടിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പല ഉത്തരവാദിത്തങ്ങളും വന്നു ചേരും എങ്കിൽ പോലും ആ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും സന്തോഷം വന്ന് ചേരുന്നതായ സമയം കൂടിയാണ് ഇത്. ഉത്സാഹത്തിന്റെ ദിവസങ്ങളായിരിക്കും വന്ന് ചേരുക. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വളരെയധികം മെച്ചപ്പെടുന്നതാകുന്നു. ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും സന്തോഷകരമായ നിമിഷങ്ങൾ തന്മൂലം വന്നു ചേരും. പല തർക്കങ്ങളും ഒഴിവാക്കുവാൻ ഇതിനാൽ സാധിക്കുന്നതുമാണ്. ഏറെക്കാലമായി ചെയ്യണം എന്ന് ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. കഠിനാധ്വാനം ചെയ്യുവാൻ യാതൊരു മടിയും കാണിക്കുന്നതല്ല. അത് പല കാര്യങ്ങളിലും അനുകൂലമായി തന്നെ പ്രതിഫലിക്കും എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പല നിക്ഷേപങ്ങളും ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം ഇവർക്ക് ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ വിജയങ്ങൾ മുൻപത്തേക്കാൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ മാതാപിതാക്കളെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം സ്വീകാര്യത നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. മറ്റു വ്യക്തികൾക്ക് മതിപ്പുണ്ടാക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരാം. മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ ഇരട്ടിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.